ഹലോ ഗേയ്സ്, ഇന്നും കാൽനട യാത്രയിലാണ് കേട്ടോ. ഇന്നും നല്ല വെയിലാണ് കേട്ടോ ഗേയ്സ്. ഇന്നും പാടം തന്നെയാണ്. കണ്ടോ, പാടം തന്നെ. ഈ പാടം ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ പാടം ആർക്കും കണ്ടാൽ ആഗ്രഹം മതി വരില്ല അല്ലേ? ഒരു കാലത്തും പാടം കണ്ട ആർക്കും മതി വരില്ല. പക്ഷെ ഒരു തണലൊക്കെ വെയിലൊക്കെ ഇങ്ങനെ പോയാലൊന്ന് വെയിലാറി ഉച്ചരുന്ന സമയത്തൊക്കെ ഇങ്ങനെ വരണം. അപ്പോഴാണ് കൂടുതൽ മനോഹാരിത ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ കാണാം. ഇന്നിപ്പോൾ ഞാൻ കാൽനട യാത്രയിലായതുകൊണ്ട് നല്ല വെയിലത്താണ് നടക്കണത്. അപ്പോൾ ഇന്നത്തെ കണ്ട ഈ നീലപ്പൂവ് കണ്ട, നീല അത് പൂവാടി. ഈ നീലപ്പൂവും ഇപ്പോൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടി തന്നെ കേട്ടോ. ഈ പൂവ് ചെടിയല്ല, ഇതേപോലെ തന്നെ ഈ തെരുവിലൊക്കെ വേലിക്കൊക്കെ നിൽക്കണ പൂവാണ് അത്. ഇതല്ലേ, ഈ പൂവൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. ഇത് ഈ ഓണത്തിനൊക്കെ നമ്മൾ പൂക്കളിടില്ലേ, പത്തീസൊക്കെ പൂക്കളിടുമ്പോൾ അതിലത്തെ ആ പൂക്കളത്തിലത്തെ ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു വെറൈറ്റി അല്ല, ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പൂവായിരുന്നു ഇത്. നീലപ്പൂവ്, പിന്നെ മുക്കുറ്റിപ്പൂവ്, തുമ്പപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, പിന്നെ വേറൊരു ചെടിയുണ്ട്. അതിൻ്റെ പേര് ചില നാട്ടിൽ ചീത്ത പേരാണ് ആ പൂവിൻ്റെ. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുക ആ പൂവിന്. അത് ഞാൻ കാണുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആ പൂവ് അതിന് ഞങ്ങൾ ആ പൂവിന് അങ്ങനെയാണ് പറയുക. അതുകൊണ്ട് ചില നാട്ടിലൊക്കെ അതെന്താ അനാവശ്യ ഭാഷയാണ്. അതുകൊണ്ട് അതിപ്പോൾ ഞാനിപ്പോൾ പറയണില്ല. പക്ഷെ ആ പൂവ് കിട്ടിയാൽ ഞാൻ പറയാം. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഇന്നതാണ് ആ പൂവിന് പറയാമെന്ന് പറയാം. അത് കാണാനില്ല, ഇവിടെ എവിടെയും കാണുന്നില്ല. കണ്ടാൽ പറയാം. അതിപ്പോൾ അതങ്ങനെ ഈ നീലപ്പൂവേ അവിടെ നിന്ന് കണ്ടപ്പോൾ ഞാൻ കിട്ടിയപ്പോൾ കൈ പിടിച്ചതാ. പിന്നെ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ചെമ്പരത്തികളുണ്ട് കേട്ടോ. അയ്യോ, ഒക്കെ ഒന്നിനൊന്നും മെച്ചാണ് ചെമ്പരത്തികൾ. കാണാനും നല്ല ഭംഗിയാണ്. ചെമ്പരത്തി പറഞ്ഞാൽ പല ഐറ്റം ചെമ്പരത്തി കൊണ്ട് തന്നെ ഒരു 100 ഐറ്റം ഉണ്ട്. പാവയ്ക്ക കൊണ്ട് തന്നെ ഉപ്പേരി, പാവയ്ക്ക കൊണ്ട് തന്നെ തോരൻ, പാവയ്ക്ക കൊണ്ട് തന്നെ കറി, പാവയ്ക്ക കൊണ്ട് തന്നെ പായസം എന്ന് പറഞ്ഞു ഏതൊരു സിനിമയിൽ പറയില്ലേ, എന്നപോലെ ഈ ചെമ്പരത്തി കൊണ്ട് തന്നെ കുറേ ഐറ്റങ്ങളുണ്ട്. ചെമ്പരത്തി റോസ്, ചെമ്പരത്തി വെള്ള, ചെമ്പരത്തി ഉണ്ട, ചെമ്പരത്തി അങ്ങനെ ഇതൊരു വെറൈറ്റി ചെമ്പരത്തിയാണ്. ഇത് അതിൽ കൂടെ ചെമ്പരത്തിയിൽ ഒരു ഐറ്റമാണ് ഇത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇത് പറയാൻ വന്ന കാര്യം, ഈ ചോരത്തിളപ്പ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ പറയില്ലേ, ആ ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പെന്നൊക്കെ പറയില്ലേ. അതൊക്കെ ആദ്യമൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ അതൊക്കെ വെറുതെ നമ്മളെ തന്നെ വഴക്ക് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ് അന്നതൊക്കെ തോന്നിയിരുന്നു കേട്ടോ, ഈ ചോരത്തിളപ്പ് എന്ന് പറഞ്ഞ. അപ്പോൾ അന്നത് എന്തിനാ ആൾക്കാർ അങ്ങനെ പറയണമെന്നൊക്കെ തോന്നിയിരുന്നു. അങ്ങനെ പറയണവരോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ തോന്നിയിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ കാലങ്ങൾ കുറേ പിന്നിട്ടപ്പോൾ പലതും നമ്മൾ അന്ന് കണ്ടിട്ടുള്ള ആ ചോരത്തിളപ്പ് കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ചോരത്തിളപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അന്നൊക്കെ. അതൊക്കെ ഒരു ചോരത്തിളപ്പ് തന്നെ ആയിരുന്നു. ഇപ്പോൾ കുറേ കാലം കൊണ്ട് 10-40 വർഷം പിന്നിട്ടപ്പോഴാണ് മനസ്സിലാവണത്. ചോരത്തിളപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രായമുണ്ട്, ചോര തിളക്കുന്ന പ്രായം അതുണ്ട്. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ കാലം കുറേ എടുക്കും. അത് കണ്ട മീനിൻ്റെ കുട്ടികൾ പോണി വെള്ളത്തിൽ കൂടെ. ഇതിവിടെ ഒരു കുളമാണ് കേട്ടോ. അമ്പലമൊക്കെ ഉണ്ട് കുളത്തിൽ. പിന്നെ അങ്ങനെ അത് വീഡിയോസ് ഇങ്ങനെ സൂം ചെയ്തിട്ട് എടുക്കാമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ സാധാരണ ഒരു വീഡിയോ എടുക്കണ പോലെ എടുക്കുക. എന്തോരം മീനിൻ്റെ ചെറിയ മീൻ കുട്ടികൾ മീനിൻ്റെ അത് കണ്ടപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ ചോരത്തിളപ്പ് അങ്ങനെ ഒരു പ്രായം ഉണ്ട് മനുഷ്യന്. ചോരത്തിളപ്പിൻ്റെ ഒരു പ്രായം എന്ന് പറയില്ലേ, അതുണ്ട് കേട്ടോ മനുഷ്യന്മാർക്ക്. അത് കുറേ കാലം പിന്നിടണം എന്നാലേ അറിയുള്ളൂ. 50 വയസ്സൊക്കെ, ഒരു 45-50 ഒക്കെ വയസ്സാവുമ്പോൾ അറിയുള്ളൂ. അങ്ങനെ ഒരു ചോരത്തിളപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പ്രായം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രായം ഒരു മനുഷ്യനക്ക് അങ്ങനെ ഒരു പ്രായം ഉണ്ടെന്ന് അറിയുള്ളൂ കേട്ടോ. കണ്ട മീനിൻ്റെ കുട്ടികളെ കാണണ്ടോ? നമുക്ക് കാണണ്ടാവില്ലല്ലേ, വെള്ളമാണ്. വെള്ളത്തിൻ്റെ അടിയിൽ അങ്ങനെ കിടന്ന് ഓടുന്നുണ്ട് മീനിൽ കൂടെ.
എന്താ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അതാണ് കാര്യം. ഇന്നത്തെ യാത്രയിൽ അതാണ് പറയാനുള്ളത്. ഇത് കണ്ട മീനിൻ്റെ കുട്ടികളെ കുറേ കണ്ട്. ആമ്പലുണ്ട് കുളത്തിൽ. അപ്പം എന്നാൽ ശരി, ഓക്കെ.